സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചെർക്കളം മുതൽ കാസർഗോഡ് ടൗൺ വരെയുള്ള ദേശീയ പാത വർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേഷനുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ തുടങ്ങുന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തിരിക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. ചെർക്കള ടൗണിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെർക്കള ടൗണിൽ നിർമ്മിക്കുന്ന ഫ്ലൈ ഓവറിൻ്റെ വർക്ക് അതിവേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം രണ്ടാമത്തെ ബ്രിഡ്ജിൻ്റെ പൈലിംഗ് പ്രവൃത്തികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പൈലിംഗ് പ്രവർത്തികൾ പൂർത്തീകരിച്ച ഭാഗത്ത് പിയറിൻ്റെയും പിയർ ക്യാപ്പിൻ്റെയും പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. ചില ഭാഗങ്ങളിൽ ഫൗണ്ടേഷൻ പ്രവർത്തികളും ചില ഭാഗത്ത് പൈൽ ക്യാപ്പിൻ്റെ പ്രവർത്തികളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം കാസർഗോഡ് മുതൽ ചെർക്കളം വരെ 5 ദിവസം മുമ്പാണ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങളെല്ലാവരും കാണുന്നു പ്രതീക്ഷിക്കുന്നു. അതിനുശേഷം 5 ദിവസം കഴിഞ്ഞതിന് ശേഷമുള്ള അപ്ഡേഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 29-ാം തീയതിയാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഇപ്പോൾ നിലവിൽ ചെർക്കള അപ്രോച്ച് റോഡിൻ്റെ, അതായത് ഫ്ലൈ ഓവറിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ പ്രവൃത്തികൾ നല്ലപോലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ വർക്കൊന്നും നടക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നല്ല ഹൈ സ്പീഡിലാണ് മേഘാ കമ്പനി വർക്കുകൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഭാഗത്തൊക്കെ ഇനി വർക്കുകൾ, മേഘാ കമ്പനിയുടെ വർക്കുകൾ ഇനിയും നടക്കാൻ ബാക്കിയുണ്ട്. പിന്നെ നടപ്പാതയുടെ നിർമ്മാണം നടക്കാനുണ്ട്. പിന്നെ ക്രാഷ് ബാരിയറിൻ്റെ ചില പ്രവർത്തികൾ നടക്കാൻ ബാക്കിയുണ്ട്. മേഘാ കമ്പനിയുടെ കുറേ വർക്കുകൾ ഈ ഭാഗത്ത് നടക്കാൻ ഇനിയും ബാക്കിയുണ്ട്. ഫ്ലൈ ഓവറിൻ്റെ വർക്കുകളാണ് ഇപ്പം അതിവേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇവിടുന്ന് മുതലാണ് നമ്മുടെ ULCCയുടെ റീച്ച് ആരംഭിക്കുന്നത്. തലപ്പാടി വരെ ആണ് ULCCയുടെ റീച്ച്. തലപ്പാടി മുതൽ ഇന്ദിരാനഗർ വരെ 42 കിലോമീറ്ററാണ് ULCCS എന്ന കമ്പനിയുടെ റീച്ച് ആരംഭിക്കുന്നത് അവിടുന്ന്. ഇപ്പോൾ നിലവിൽ ഇന്ദിരാനഗറിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് ഇപ്പോൾ നിലവിൽ ഫുട്പാത്തിൻ്റെ വർക്കുകളാണ് ഈ നിലവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാണാം, നല്ല വേഗത്തിലാണ് ഒരാളുകൾ ഈ ഭാഗത്ത് വർക്ക് അവസാനിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത് ഏകദേശം 85% അതായത് മുഴുവനായിട്ടും ടോട്ടൽ 85% വർക്കുകൾ കഴിഞ്ഞെന്നാണ് ULCC അവകാശപ്പെടുന്നുള്ളത്. ഇപ്പോൾ നിലവിൽ ഈ ഭാഗത്ത് ക്രാഷ് ബാരിയറിലും ഡിവൈഡറിലൊക്കെ പെയിൻറ്റിങ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്, കാണാം. പിന്നെ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് മുഴുവനും ടാറിങ് പ്രവൃത്തി കഴിഞ്ഞു. ഒരു വശത്ത് ഫുൾ ടാറിങ്, അതായത് 2 ലെയറും ടാറിങ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇടതുവശത്ത് 1 ലെയറാണ് ടാറിങ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുള്ളത്. അപ്പം ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ ഫുട്പാത്തിൻ്റെ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ക്രാഷ് ബാരിയറിലും ഡിവൈഡറിലും മാർക്കിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫിനിഷിംഗ് പ്രവൃത്തികളാണ് ഈ ഭാഗത്ത് നടക്കാനുള്ളത്. നായ്മാറമുല അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവസാന ഘട്ടത്തിൽ എത്തിക്കൊണ്ട് വരുന്നുണ്ട്. 2 ഭാഗത്തും ഫ്രിക്ഷൻ സ്ലാബും സെറ്റ് കഴിഞ്ഞ് വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ടാറിംഗ് പ്രവർത്തികൾ ആരംഭിച്ചിട്ടുണ്ട്. നായ്മാറമുലയിൽ ടാറിംഗ് പ്രവർത്തികൾ ആരംഭിച്ചു. നിലവിൽ നല്ല പ്രവൃത്തി വേഗതയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ വിദ്യാനഗർ അണ്ടർപാസിൻ്റെയും അതിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെയും വർക്കുകളും അവസാന ഘട്ടത്തിൽ എത്തിക്കൊണ്ട് വരുന്നുണ്ട്. അവസാനം നമ്മുടെ കാസർഗോഡ് ടൗണിൽ നിർമ്മിക്കുന്ന ഫ്ലൈ ഓവറിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കും അവസാനത്തിലെത്തി. അതായത് ഇപ്പോൾ നിലവിൽ ഫ്രിക്ഷൻ സ്ലാബിൻ്റെ സെറ്റിംഗ് പ്രവർത്തികൾ, ഫ്ലൈ ഓവറിലേക്കുള്ള ഫ്രിക്ഷൻ സ്ലാബിൻ്റെ സെറ്റിംഗ് പ്രവർത്തികൾ ആരംഭിച്ചിരിക്കുകയാണ് കാസർഗോഡ് ടൗണിൽ. അപ്പം ഈ ഫ്ലൈ ഓവറിൻ്റെ അവസാന സ്പാനിൻ്റെയും കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നല്ല വേഗത്തിലാണ് ഒരാളുകൾ വർക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം മാർച്ച് അവസാനത്തോടെ ഏകദേശം അവർ ഓപ്പൺ ചെയ്ത് കൊടുക്കും തന്നെ എന്ന് പറയാം. ഇപ്പോൾ ഡിസംബർ ലാസ്റ്റായി. ഇപ്പോൾ ഏകദേശം ഇനിയും ഈ ഭാഗത്ത് വർക്കുകളുണ്ട്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് അവസാനത്തോടെ എനിക്ക് തോന്നുന്നത് എല്ലാ അപ്രോച്ച് റോഡിൻ്റെയും വർക്കുകളും പിന്നെ പാലത്തിൻ്റെ വർക്കുകളും കഴിയുമെന്ന് തന്നെയാണ് തോന്നുന്നത്. കാസർഗോഡ് ഫ്ലൈ ഓവർ എനിക്ക് തോന്നുന്നത് മാർച്ചിന് മുമ്പ് തന്നെ ഓപ്പൺ ചെയ്ത് കൊടുക്കുമെന്നാണ് കരുതുന്നത്. അപ്പം 2 വശത്തെയും മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ അവസാനത്തിലെത്തി. അതായത് കറന്തക്കാട് ഭാഗത്തെ, കാസർഗോഡ് ടൗണിൽ ഫ്ലൈ ഓവറിൻ്റെ കറന്തക്കാട് ഭാഗത്തെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നുള്ളിപ്പാടി ഭാഗത്തെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ എൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഫ്രിക്ഷൻ സ്ലാബ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഫൗണ്ടേഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കാസർഗോഡ് ടൗണിൽ. അതേപോലെ തന്നെ നമ്മുടെ വിദ്യാനഗർ BC റോഡ് ഭാഗത്തും മണ്ണിട്ട് ഉയർത്തി കഴിഞ്ഞ ഭാഗത്ത് ഫ്രിക്ഷൻ സ്ലാബ് സെറ്റ് ചെയ്യുന്ന പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ വിദ്യാനഗർ അണ്ടർപാസിലേക്കുള്ള ഒരു വശത്തെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മറുവശത്തെ മണ്ണിട്ട് ഉയർത്തുന്നതും ഏകദേശം 1-2 പാനൽ
ഉയരത്തിലാണ് ഇനി മണ്ണിട്ട് ഉയർത്താൻ ബാക്കിയുള്ളത്. ഇപ്പം നമ്മൾ ഏകദേശം നായ്മാറമുല എത്താറായിട്ടുണ്ട്. നായ്മാറമുല അവസാനത്തെ വെറ്റ് മിക്സ് പ്രവൃത്തികൾ, കമ്പാക്റ്റ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഭാഗത്ത് എമൽഷൻ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട പ്രവൃത്തിയാണ് നടക്കേണ്ടത്. നിങ്ങൾക്ക് കാണാം, ഇന്നോ നാളെയോ ഈ ഭാഗത്ത് ടാറിംഗ് പ്രവൃത്തികൾ നടക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. ഈ ഭാഗത്തിന് ടാറിംഗ് പ്രവൃത്തികൾക്ക് മുന്നോടിയായിട്ടുള്ള എമൽഷൻ പോളിഷ് പ്രവൃത്തികൾ നടക്കാനുണ്ട്. ഫസ്റ്റ് എമൽഷൻ കോട്ടിംഗ് ചെയ്ത് ഒരു ദിവസം 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ടാറിംഗ് പ്രവൃത്തികൾ ആരംഭിക്കുക. പിന്നെ ഈ ഭാഗത്തെ ഈ കോൺക്രീറ്റ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അണ്ടർപാസും അപ്രോച്ച് റോഡും തമ്മിൽ ജോയിൻറ്റ് ചെയ്യുന്ന ഭാഗത്തെ കോൺക്രീറ്റ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ടാറിംഗ് പ്രവൃത്തികളാണ് ആരംഭിക്കേണ്ടത്. ഇനി ഇപ്പോൾ ഈ എമൽഷൻ അപ്ലൈ ചെയ്തതിന് ശേഷം 24 മണിക്കൂറിന് ശേഷമാണ് ഈ ടാറിംഗ് വർക്കുകൾ ആരംഭിക്കുക. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഇനി അടുത്ത് തന്നെ, അതായത് ചെർക്കളം മുതൽ നായ്മാറമുല വരെ ഇനി വാഹനങ്ങൾ ചീറിപ്പായാൻ ഒരുങ്ങുകയാണ് സുഹൃത്തുക്കളെ. ഒരു 5 ദിവസത്തിനുള്ളിൽ, ഏകദേശം 5 ദിവസത്തിനുള്ളിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ വാഹനങ്ങൾ ഓടിത്തുടങ്ങും. പിന്നെ ഈ ഭാഗത്ത് കുറേ ഫ്രിക്ഷൻ സ്ലാബും മറ്റും കുറേ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നമ്മളെ ഈ ഭാഗത്തേക്കാണത് വിദ്യാനഗർ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിലേക്ക് ആവശ്യമായ ഫ്രിക്ഷൻ സ്ലാബും മറ്റും ഈ ഭാഗത്ത് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇനി മാറ്റാനുണ്ട്. അപ്പം ഈ ഭാഗത്ത് ഇപ്പം ഓൾറെഡി ഫ്രിക്ഷൻ സ്ലാബ് സെറ്റ് ചെയ്യുന്ന പ്രവൃത്തികൾ ആരംഭിച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നല്ല വേഗത്തിലാണ് ഈ ഭാഗത്ത് വർക്കുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാനഗർ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വലതുവശത്ത് കുറച്ച് ഭാഗം ഫ്രിക്ഷൻ സ്ലാബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇടതുവശത്ത് ഇപ്പോൾ ഫ്രിക്ഷൻ സ്ലാബ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഫൗണ്ടേഷൻ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം കുറച്ച് ഭാഗത്ത് മാത്രമാണ് ഇനി മണ്ണിട്ട് ഉയർത്താൻ ബാക്കിയുള്ളത്. ഈ മണ്ണിട്ട് ഉയർത്തി കഴിഞ്ഞ ഭാഗത്തെ ഫ്രിക്ഷൻ സ്ലാബ് സെറ്റ് ചെയ്യുന്ന പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് ഇനി കുറച്ച് മാത്രമാണ് മണ്ണിട്ട് ഉയർത്താൻ ബാക്കിയുള്ളത്. നിങ്ങൾക്ക് കാണാം, ഇനി ഈ ഭാഗത്ത്, അതായത് അണ്ടർപാസിൻ്റെ അടുത്ത ഭാഗത്ത് ഒരു 2 RE പാനലിൻ്റെ അളവിൽ മണ്ണിട്ട് ഉയർത്താൻ ബാക്കിയുണ്ടോ. ബാക്കിയുള്ള പ്രവൃത്തികളും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അണ്ടർപാസിൻ്റെ മറുവശത്ത് കോൺക്രീറ്റ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ഈ ഭാഗത്ത് മാത്രമാണ് കോൺക്രീറ്റ് നടക്കാനുണ്ട്. സ്റ്റീൽ വൈൻഡിങ് പ്രവൃത്തികൾ നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതും കോൺക്രീറ്റ് കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തെ വർക്ക് കഴിയും. പിന്നെ കുറച്ച് ഭാഗം ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് നടക്കാനുണ്ട്. പിന്നെ സെൻറ്റർ ഡിവൈഡറിൻ്റെ വർക്ക് നടക്കാൻ ബാക്കിയുണ്ട്. അങ്ങനെയുള്ള കുറച്ച് വർക്കുകളാണ് ഈ ഭാഗത്ത് ഇനി നടക്കാനുള്ളത്. സുഹൃത്തുക്കളെ, നുള്ളിപ്പാടി ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നുള്ളിപ്പാടി ഭാഗത്ത് അവസാനഘട്ട പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇവിടെ അണ്ടർപാസിന് വേണ്ടിയുള്ള സമരം നടന്നതിനാലാണ് ഇത്രയും ദിവസങ്ങളും മാസങ്ങളും ഇവിടുത്തെ വർക്ക് പെൻഡിങ്ങിലായത്. ഇല്ലെങ്കിൽ എപ്പോഴേ ഇതിന് മുകളിലൂടെ വാഹനങ്ങൾ ഓടിത്തുടങ്ങിയേനെ. കാരണം എന്നുവെച്ചാൽ ഇവിടുത്തെ നാട്ടുകാർ ആവശ്യപ്പെട്ട അണ്ടർപാസിന് വേണ്ടിയുള്ള സമരത്തിലാണ് ഈ ഭാഗത്തെ വർക്കുകൾ പെൻഡിങ്ങിലായത്. 4-5 മാസം അങ്ങനെ പെൻഡിങ്ങിലായിരുന്നു. പിന്നീട് അവസാനം ഇവിടുത്തെ
അണ്ടർപാസ് അപ്രൂവൽ ആവാത്തത് കൊണ്ടാണ് പിന്നീട് വർക്കുകൾ ആരംഭിച്ചത്. ഈ ഭാഗത്ത് ഇപ്പോൾ മണ്ണിട്ട് ഉയർത്ത അവസാനഘട്ട പ്രവൃത്തികളാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഫ്രിക്ഷൻ സ്ലാബ് സെറ്റ് ചെയ്യുന്നുള്ള ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഭാഗത്ത് ഫ്രിക്ഷൻ സ്ലാബ് സെറ്റ് ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫൗണ്ടേഷൻ പ്രവൃത്തികൾ നടക്കുകയാണ്. ഈ ഭാഗത്തെ വീട് ചെയ്യുമ്പോൾ നമ്മുടെ കിടിയന്മാർ ഭയങ്കരത്തിൽ ശല്യം ചെയ്തു. എന്താ ഭാഗ്യം ഡ്രോണ് താഴെ വീണിട്ടില്ല, രക്ഷപ്പെട്ടു. കാണാം, നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ മനസ്സിലാവും. ഈകൾ വന്ന് നമ്മളെ നേർക്ക് വരുന്നതായിട്ട് കാണാം. പിന്നെ ഇപ്പോൾ നിലവിൽ നോക്കോ അപ്രോച്ച് റോഡിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തിക്കൊണ്ട് വരുന്നത് നോക്കോ ഫ്രിക്ഷൻ സ്ലാബിനുള്ള കോൺക്രീറ്റ് വർക്കുകളാണ് ഇപ്പോൾ ആ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് മുകളിലാണ് ഈ ഫ്രിക്ഷൻ സ്ലാബ് സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ അവസാന ഘട്ടത്തിൽ മണ്ണ് ഇട്ട് ഉയർത്തുന്ന ഒരു ലെവൽ ചെയ്യുന്ന അവസാനഘട്ട ലെവലിംഗ് പ്രവൃത്തികളാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈകൾ വന്നിട്ട് നമ്മളെ ഡ്രോണിനെ കൊത്താൻ വരുന്നുണ്ട്. ഞാൻ വേഗം ഇവിടുന്ന് ഓടിക്കളിഞ്ഞ് പിന്നീട് വീണ്ടും വന്നാണ് ഇവർ ഈ കിടിയന്മാർ നമ്മളെ ശല്യം ചെയ്യുന്നത്. ഇപ്പോൾ നിലവിൽ ഫ്ലൈ ഓവർ വർക്കിൻ്റെ അവസാന ഘട്ടത്തിലാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഫ്ലൈ ഓവറിൻ്റെ സ്പാനിൻ്റെ അവസാന കോൺക്രീറ്റ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ എതിർവശത്തെ ഗ്രൗണ്ട് ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിലവിൽ ഈ ഭാഗത്ത് മണ്ണിട്ട് കമ്പാക്റ്റ് ചെയ്യുന്ന പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സർവീസ് റോഡിൻ്റെ നല്ല വേഗത്തിലാണ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ വീതി കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട് ഈ ഭാഗത്ത്. ഇപ്പം ബ്രിഡ്ജിൻ്റെ അടിയിലൂടെയുള്ള സർവീസ് റോഡിൻ്റെ പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാണാം, നല്ല വേഗത്തിലാണ് ഈ ഭാഗത്ത് പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മണ്ണിട്ട് ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട്, അവസാന ഘട്ടത്തിൽ എത്തിക്കൊണ്ട് വരുന്നുണ്ട്. ഇനിയും കുറച്ച് ഭാഗം കൂടി മണ്ണിട്ട് ഉയർത്താൻ ബാക്കിയുണ്ട്. നിങ്ങൾക്ക് കാണാം, നല്ല വീതിയിലാണ് ഈ ഭാഗത്ത് സർവീസ് റോഡ് നിർമ്മിച്ചുകൊണ്ട് വരുന്നുള്ളത്. നിങ്ങൾക്ക് കാണാം, നല്ല വീതിയിൽ അടിപൊളി. ഏകദേശം 15 മീറ്ററിൽ കൂടുതലുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് 15 മീറ്ററോളം വീതിയിലാണ് ഇപ്പോൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. സർവീസ് റോഡ് നിർമ്മാണം ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് കാണാം. ഗ്രേഡർ ഉപയോഗിച്ചിട്ടാണ് നിലവിൽ ഈ ഭാഗത്ത് മണ്ണുകൾ നിരത്തിക്കൊണ്ട് വരുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് കാണാം ടോറസ് വണ്ടിയിൽ മണ്ണ് ഡംപ് ചെയ്യുന്ന പ്രവൃത്തികൾ ആ ഭാഗത്ത് നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഭാഗത്ത് ഒരു വശത്ത് കമ്പാക്ടർ കൊണ്ട് മണ്ണ് ഉറപ്പിക്കുന്നതുമായ പ്രവൃത്തികൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. സർവീസ് റോഡിനല്ല, ഈ ഡ്രെയിനേജിൻ്റെ വർക്ക് ഇടതുവശത്ത് ഏകദേശം അവസാന ഘട്ടത്തിലെത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ സ്മാർട്ട് ബസാറിൻ്റെ ആ ഭാഗത്താണ് ഇപ്പോൾ നിലവിൽ ഡ്രെയിനേജിൻ്റെ കുറച്ചും കൂടി വർക്ക് നടക്കാൻ ബാക്കിയുള്ളത്. കാണാം, നല്ല വേഗത്തിലാണ് ഈ ഭാഗത്ത് വർക്ക് ULCC നടത്തിക്കൊണ്ട് പോകുന്നത്. കാണാം, ഇനി കുറച്ചും കൂടി മണ്ണിട്ട് ഉയർത്താനുള്ള മണ്ണ് കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്ന പ്രവൃത്തികളുണ്ട്. ഗ്രേഡർ പോയിട്ട് മണ്ണ് ഇപ്പോൾ ഫുള്ള് നിരത്തിയിട്ട് അതിനെ കമ്പാക്ടർ കൊണ്ട് കമ്പാക്റ്റ് ചെയ്യും. കാണാൻ സാധിക്കും. ഈ ഭാഗത്ത് നല്ല വേഗത്തിലാണ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുവഴി വാഹനങ്ങൾ കടത്തിവിട്ടായിരിക്കും ഈ ഭാഗത്തെ വർക്കുകൾ ആരംഭിക്കുക. അതായത് 2 വശങ്ങളിലേക്കും അതുവഴിയായിരിക്കും വാഹനങ്ങൾ കടത്തിവിടുക. അപ്പോൾ നമ്മുടെ ഈ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ എക്സിറ്റ് ഭാഗത്തു നിന്നായിരിക്കും ഇതുവഴി ഡൈവേഷൻ കൊടുക്കുക. കാണാം, നല്ല വേഗത്തിൽ ഈ ഭാഗത്ത് വർക്ക് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ വശത്തും അതേപോലെ തന്നെ അതേ ലെവലിൽ തന്നെ റോഡിൻ്റെ നിർമ്മാണം നടക്കുമെന്നാണ് ഇവിടുന്ന് കിട്ടിയ റിപ്പോർട്ട്. അപ്പം അതിനനുസരിച്ച് ഡ്രൈനേജും അവർ ഉയർത്തുമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ സ്മാർട്ട് ബിൽഡിങ്ങിൻ്റെ എതിർവശത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ഈ ഭാഗത്താണ്, ഈ ഭാഗം വരെ ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം കാണാം, ആ ഭാഗത്തെ ബിൽഡിങ്ങിന് താഴ്ചയിലും കുറച്ച് ഭാഗം ആണ് ഇപ്പോൾ, അതായത് ഗ്രൗണ്ട് ഭാഗം കുറച്ച് താഴ്ചയിലാണ്. അതപ്പം ഇതേ ലെവലിൽ തന്നെ ഈ ഡ്രൈനേജിൻ്റെ അതേ ലെവലിൽ തന്നെ ഇനി റോഡ് അവരുടെ ഷോപ്പും ബിൽഡിങ്ങും ഒക്കെ അതേ ലെവലിൽ തന്നെ വരും മണ്ണെടുത്താൽ. അപ്പം കാണാം, ഈ ഭാഗത്ത് അവസാനത്തെ ഈ സ്പാനിൻ്റെ അടിയിലുള്ള തൂണുകളും മറ്റും നീക്കുന്നതായ പ്രവർത്തികൾ നടക്കുകയാണ്. ഇതുവഴിയായിരിക്കും 2 വശങ്ങളിലേക്കും വാഹനങ്ങൾ കടത്തിവിടുക. പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ എൻട്രി ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലതുവശത്ത് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഡൈവേഷൻ ചെയ്ത്, അതായത് കറന്തക്കാട് ഭാഗത്തു നിന്ന് മംഗലാപുരത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ കറന്തക്കാട് നിന്ന് ഡൈവേഷൻ ചെയ്ത് ഇതുവഴിയാണ് പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് കടക്കുന്നത്. ഈ ഭാഗത്ത് വർക്ക് നടക്കുന്നുണ്ട്. കാണാം, ഡ്രെയിനേജിൻ്റെ വർക്കുകളാണ് ആ ഭാഗത്ത്
നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല വേഗത്തിലാണ് ഈ ഭാഗത്തെ വർക്കുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ ഒറ്റത്തൂണിൽ നിർമ്മിക്കുന്ന 27 മീറ്റർ വീതിയിലുള്ള ഫ്ലൈ ഓവറിൻ്റെ അവസാനഘട്ട വർക്കിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് അവസാനത്തെ സ്പാനിൻ്റെയും കോൺക്രീറ്റ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. ഡിവൈഡർ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ക്രാഷ് ബാരിയറിൻ്റെ ഇരു സൈഡിലെ ക്രാഷ് ബാരിയറിൻ്റെയും വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. എക്സ്പാൻഷൻ ജോയിൻറ്റ് വർക്കുകളാണ് നിലവിൽ അതിവേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാണാൻ സാധിക്കും, കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ ഒറ്റത്തൂണിലെ 6 വരിപ്പാലത്തിൻ്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് സുഹൃത്തുക്കളെ. കാണാൻ സാധിക്കും. അടുത്ത് തന്നെ ഈ ഭാഗത്തെ ഇതിലൂടെ വാഹനങ്ങൾ ഓടിത്തുടങ്ങുമെന്നാണ് ഇവിടുന്ന് കിട്ടിയ റിപ്പോർട്ട്. അവസാനം 2025 മാർച്ചിൽ തന്നെ ഈ ഫ്ലൈ ഓവറിലൂടെ വാഹനങ്ങൾ ഓടിത്തുടങ്ങുമെന്നാണ് ഇവിടുന്ന് കിട്ടിയ റിപ്പോർട്ട് സുഹൃത്തുക്കളെ. നല്ല വേഗത്തിലാണ് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി ഈ വർക്കുകൾ അവസാന ഘട്ടത്തിൽ എത്തിക്കൊണ്ട് വരുന്നുള്ളത്. 30 തൂണിലായി 29 സ്പാനിലാണ് ഈ ഫ്ലൈ ഓവർ നിർമ്മാണം നടന്നത്. അവസാനത്തെ സ്പാനിൻ്റെയും കോൺക്രീറ്റുകൾ പ്രവൃത്തികൾ കഴിഞ്ഞ കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ. നല്ല വേഗത്തിലും അതിവേഗത്തിലും അതിസുന്ദരമായ അലൈൻമെൻറ്റിലും ആണ് റോഡുകളുടെ നിർമ്മാണം ULCC നടത്തിക്കൊണ്ട് പോകുന്നത്. അതിവേഗത്തിലാണ്. ഇപ്പോൾ ഇടതുവശത്തെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ ഈ ഭാഗത്ത് നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തിരിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തിരിക്കുക. ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ടേക്ക് കെയർ, ബൈ ബൈ.